നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ രതീഷ് പുരയുടെ അടുത്താണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രൊജക്ടർ സെയിലുണ്ട്. ഇതൊരു LED പ്രൊജക്ടറാണ്. സാത്കോയുടെ S6 എന്ന പ്രൊജക്ടറാണ്. ഇത് യൂസർ പ്രൊജക്ടറാണ്, നമ്മൾ പുതിയതല്ല. അപ്പം ഇത് ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. അത്യാവശ്യം ഒരു സിനിമ കാണാനൊക്കെ നിങ്ങൾക്ക് വീട്ടിലെ പർപ്പസിന് പറ്റിയ മികച്ചൊരു പ്രൊജക്ടറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറഞ്ഞൊരു വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും, കാരണം നമ്മൾ യൂസറാണ്. പക്ഷേ ഇതിൻ്റെ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം റിമോട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല കണ്ടീഷൻ പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവർക്ക് ട്രിവാൻഡ്രത്തും പാലയിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇതാണ് പ്രൊജക്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇവിടെ സാത്കോയുടെ ബാഡ്ജിങ് കാണാം. ഇത് S6 എന്നൊരു മോഡലാണ്. ലെൻസ് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും വേണ്ട ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് ഫോക്കസ് വരുന്നത് ഓട്ടോമാറ്റിക് ഫോക്കസ് അല്ല, റിമോട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇതിന് ഓട്ടോ ഫോക്കസ് വരുന്നില്ല ഈ മോഡലിൽ. പക്ഷേ ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. ഇതാണ് പ്രൊജക്ടറിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ പവർ സ്വിച്ചും അതേമാതിരി കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ റൊട്ടേറ്റബിൾ ആണ്. ഇവിടെ സ്വിച്ച് നമുക്ക് കാണാൻ വേണ്ടിയതാണ് ഇവിടെ കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്യാം. പവർ സ്വിച്ച് വരുന്നുണ്ട്. ഫോക്കസ് റിമോട്ടിൽ ചെയ്യണം. പിന്നെ കണക്ടിവിറ്റീസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഹെഡ്ഫോണിൻ്റെ ഔട്ട് വരുന്നുണ്ട്. AV ഇന്ന് കൊടുക്കാൻ ഒരു സ്ലോട്ടുണ്ട്. പിന്നെ TRS പിന്ന് വരുന്നുണ്ട്. പിന്നെ USB രണ്ട് USB കണക്ട് ചെയ്യാൻ പറ്റും. HDMI 2 കണക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. പിന്നെ റിമോട്ടിൻ്റെ ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു പവർ സ്ലോട്ട്, ഇതാണ് ഒരു പവർ കേബിളിൻ്റെ ഒരു സ്ലോട്ടും വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും ഇത് വന്നിട്ട് ഒരു ഫുൾ HD പ്രൊജക്ടറാണ്. LED ആണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വരുന്നത്. LED ലാമ്പ് വന്നിട്ട് ലാമ്പ് ലൈഫ് ഏതാണ്ട് ഒരു 50,000 മണിക്കൂർ കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഒരു മാക്സിമം നമുക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് വന്നിട്ട് 16 അടിയാണ്. 16 ഫീറ്റ് ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. റെസൊല്യൂഷൻ വന്നിട്ട് 1080p റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 8000 ലൂമൻസ് ആണ് വരുന്നത്. അപ്പം S6 നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ നമുക്ക് സിനിമ കാണാനൊക്കെ ഉപയോഗിക്കാം. ഒരു എന്താ പറയുക, ഒരു ഹൈ റെൻഡ് പ്രൊജക്ടറായിട്ട് കൂട്ടാൻ പറ്റില്ല. ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സിനിമയെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 8000 ലൂമൻസ് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 700 ANS ലൂമൻസ് അടുപ്പിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ബാഗ് വരുന്നതിന് അതിൻ്റെ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റിമോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. രതീഷിനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ കാണുന്നവർ ബൈ.